ബാക്ക് ടു ഹീൽ വിത്ത് സാൻഡി. ഇന്നത്തെ വീഡിയോ സ്പെഷ്യലി വുമൻസിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ചുറ്റും ഒരുപാട് വുമൻസ് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് PCOS, പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം. എൻ്റെ ഫ്രണ്ട്സ് തന്നെ ഒരുപാട് പേര് റെക്കമെൻഡ് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഇറഗുലർ ആയിട്ടുള്ള പീരീഡ്സ്, പെട്ടെന്ന് വെയിറ്റ് കൂടുക, അതുപോലെ തന്നെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഹെയർ ഗ്രോത്ത്, ഹെയർ ഫോൾ, ആക്നി, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്യുന്നുണ്ട്. ഹോർമോണൽ ഇംബാലൻസ് കണ്ടീഷനാണ്. നമ്മുടെ ശരീരത്തിൽ ആൻഡ്രജൻ എന്ന് പറയുന്ന മെയിൽ ഹോർമോൺസിൻ്റെ ലെവൽ കൂടുമ്പോഴാണ് ഈ ഒരു ഇഷ്യൂസ് ഒക്കെ നമ്മൾക്ക് കാണാനായിട്ട് പറ്റുക. സിമ്പിളായിട്ട് പറഞ്ഞാൽ അവരുടെ ശരീരം പ്രോപ്പർ റിതമിൽ വർക്ക് ചെയ്യില്ല. പക്ഷേ ടെൻഷൻ ആവണ്ട, നമുക്ക് പ്രോപ്പറായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ, യോഗ അല്ലെങ്കിൽ എക്സസൈസിലൂടെ നമുക്ക് നല്ലൊരു ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് PCOS റിലീഫിനുള്ള 5 യോഗ പോസസാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാം ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് എന്താണെന്ന് എനിക്ക് കമൻറ്റിൽ അറിയിക്കാം. വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക, ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ഫസ്റ്റ് ആസന മലാസന. ഈ ഒരു പൊസിഷനിൽ ഹോൾഡ് ചെയ്ത് വെക്കുക. 2 കൈകളും ഇതേപോലെ സ്ട്രെച്ച് ചെയ്ത് സ്പൈൻ സ്ട്രെയിറ്റ് ചെയ്തുകൊണ്ട് ഹോൾഡ് ചെയ്യാം. ഇത് നിങ്ങളുടെ പെൽവിക് ഏരിയ മസിൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനും റീപ്രൊഡക്റ്റീവ് ഓർഗൻസിനെ ആക്റ്റീവായിട്ട് വെക്കാനും ഹെൽപ്പ് ചെയ്യും. ഈ ഒരു പൊസിഷനിൽ ഒരു 10 to 15 മിനിറ്റ്സ് ഹോൾഡ് ചെയ്ത് റിലാക്സ് ചെയ്യാം. ഇനി അടുത്ത ആസന ഭുജംഗാസന. അതെങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. കമഴ്ന്ന് കിടക്കുക. 2 കൈകളും ചെസ്റ്റ് ലെവലിൽ വെക്കുക. ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് പതുക്കെ ചെസ്റ്റ് മാക്സിമം ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുക. മുകളിലോട്ട് നോക്കുക. ഓക്കെ, നിങ്ങളൊരു ബിഗിനറാണ്, ഇത്രയൊന്നും ലിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ കാലം ബട്ടൺ താഴെ പ്രസ് ചെയ്തുകൊണ്ട് ചെസ്റ്റ് മാത്രം ലിഫ്റ്റ് ചെയ്യുക, ഹോൾഡ് ചെയ്യുക. നോർമൽ ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. ഹോൾഡ് ചെയ്യുക. ഇത് നിങ്ങളുടെ ഹോർമോൺ ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനും സ്ട്രെസ് കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും. ചെസ്റ്റ് മാക്സിമം ലിഫ്റ്റ് ചെയ്ത് ഹോൾഡ് ചെയ്യുക ആൻഡ് റിലാക്സ്. നിങ്ങളുടെ മാക്സിമം ടൈം ഹോൾഡ് ചെയ്ത് പതുക്കെ റിലാക്സ് ചെയ്ത് കൊടുക്കുക. അടുത്ത ആസന ബദ്ധകോണാസന. നമ്മുടെ കാല് രണ്ടും ഈ ഒരു രീതിയിൽ പ്ലേസ് ചെയ്യാം. കാല് മാക്സിമം ചേർത്ത് വയ്ക്കുക. 2 കാലും സ്പ്ലിറ്റ് ചെയ്ത് സ്ട്രെച്ച് ചെയ്യുക. നട്ടൽ നിവർന്ന് സാധാരണ ശ്വാസം എടുത്ത് വിടുക. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഇത് നമ്മളുടെ ഓവറീസ് ആൻഡ് യൂട്രസിലുള്ള ബ്ലഡ് ഫ്ലോ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതേസമയം പീരീഡ്സ് ടൈമിൽ ഈ ഒരു ആസന നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ലൊരു റിലീഫ് ഫീൽ ചെയ്യും. നന്നായിട്ട് നമ്മുടെ കാലുകളൊക്കെ സ്ട്രെച്ച് ചെയ്ത് റിലാക്സേഷൻ ഫീൽ ചെയ്യും. ജർക്ക് ചെയ്ത് കൊടുക്കുക. ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. ഓക്കെ, ദെൻ റിലാക്സ്. ആസന സേതുബന്ധാസന. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. മലർന്ന് കിടക്കുക. കാലുകൾ മടക്കി കാല് മാക്സിമം ചേർത്ത് വയ്ക്കുക. നമ്മുടെ ബട്ടക്സിനോട് ചേർത്ത് വയ്ക്കുക. ഓക്കെ, ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് പതുക്കെ ഹിപ്സ് മാക്സിമം ലിഫ്റ്റ് ചെയ്യുക. ബ്രീത്ത് ഇൻ. കൈ രണ്ടും ലോക്ക് ചെയ്ത് പിടിച്ചിട്ട് മാക്സിമം ഹിപ്പ് മാക്സിമം ലിഫ്റ്റ് ചെയ്യുക. നോർമൽ ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. ഇവിടെ ഒരു 10 തവണ ശ്വാസം എടുത്ത് വിടുക. തൈറോയ്ഡ് ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനും ഹോർമോൺ ബാലൻസ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യും. മാക്സിമം സ്ട്രെച്ച് ചെയ്ത് അതൊക്കെ റിലീസ് ചെയ്യുക. നെക്സ്റ്റ് ആസന ബാലാസന അല്ലെങ്കിൽ ചൈൽഡ് പോസ് എന്നാണ് പറയാം. നമ്മൾ ഇതേപോലെ വജ്രാസനത്തിലിരിക്കാം. ഓക്കെ, കാല് രണ്ടും ബാക്കിൽ ഇതേപോലെ പതിഞ്ഞിരിക്കുന്നത്. വജ്രാസനത്തിൽ ഇരുന്നുകൊണ്ട് ഫ്രണ്ടിലോട്ട് ബെൻഡ് ചെയ്യുക. 2 കൈ മാക്സിമം സ്ട്രെച്ച് ചെയ്ത് റിലാക്സ് ചെയ്ത് കൊടുക്കുക. സാധാരണ ശ്വാസത്തിൽ ശ്രദ്ധിച്ച് റിലാക്സ് ചെയ്ത് കൊടുക്കുക. നോർമൽ ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. ഇങ്ങനെ ഒരു നിങ്ങൾക്ക് മാക്സിമം എത്ര നേരം ഹോൾഡ് ചെയ്യാൻ പറ്റും അത്ര നേരം ഹോൾഡ് ചെയ്ത് റിലാക്സ് ചെയ്യുക. നിങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ ഒരു പില്ലോ സപ്പോർട്ട് ചെയ്തിട്ട് പില്ലോൻ്റെ മേലെ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്തിരിക്കാം. ഓക്കെ, മാക്സിമം ടൈം ഹോൾഡ് ചെയ്ത് ആ സ്ട്രെച്ചിങ് ഫീൽ ചെയ്ത് റിലാക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചിട്ടുള്ള ഈ 5 യോഗ പോസസും നിങ്ങൾ ഡെയിലി കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഒരു 20 to 30 മിനിറ്റ്സ് ടൈം മാറ്റി വെച്ചിട്ട് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് പറ്റുന്ന അത്ര ഓവർ സ്ട്രെയിൻ